കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം നിങ്ങളോടൊത്ത് ക്രിസ്തുവിന്റെ ഒരു സാക്ഷിയായി നിലകൊള്ളുവാൻ എളിയവന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം സഹായിച്ച നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രയർ ലൈനിൽ ഈ രാവിലെ വേളയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവജനത്തെയും ദൈവദാസന്മാരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹിന്ദി സംസാരിക്കുന്ന ചിലര് ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവർക്ക് എത്രത്തോളം മലയാളം മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഹിന്ദി സംസാരിക്കുന്നവർക്ക് മലയാളം കേൾക്കുമ്പോൾ അറിയുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം അവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. हिंदी बात करने को हमें आते हैं, लेकिन पीस करने के लिए हमको इतने एक्सपीरियंस नहीं है. सब लोगों को प्रभु परमेश्वर के नाम से धन्यवाद करता हूं. सब लोग जुड़कर प्रभु के साथ चलने के लिए परमेश्वर में सहायता करके ये समय पे जुड़ के रहने के लिए നൽകിയ എല്ലാ ദൈവകൃപയ്ക്കുമായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പെട്ടെന്ന് കൊണ്ടുവരാം. ആകെ അരമണിക്കൂർ സമയമാണ് നമ്മുടെ മുൻപിലുള്ളത്. വചനമാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ആരെല്ലാം വചനത്തോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകുന്നുവോ അവരുടെ ജീവിതത്തിൽ ആത്മീകമായും ശാരീരികമായും ഭൗതികമായും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ വെളിപ്പെട്ട് അവർ അനുഭവിക്കുന്നത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. അസാധ്യമെന്ന ഒരു വാക്ക് നമ്മുടെ കർത്താവിന്റെ മുൻപിൽ ഇല്ല. കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുന്ന ദൈവമക്കളാകുന്ന നാം ഓരോരുത്തരും ഈ രാവിലെ വേളയിൽ ചിക്കാഗോ പ്രയർ ലൈൻ അവിടെ ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഏകദേശം സന്ധ്യാസമയമാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിന്റെ രണ്ട് ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു രാജ്യം സന്ധ്യയുടെ യാമത്തിലേക്ക് എടുക്കുമ്പോൾ, ഒരു രാജ്യം പ്രഭാതവേള കാണുവാൻ വെമ്പൽ കൊള്ളുമ്പോൾ, ദൈവം ഈ പ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിക്കുവാൻ, സന്ധ്യാവേളയിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദൈവസന്നദ്ധിയിൽ വിശ്രമിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എഫെസ്യ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് അല്പമായി ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത് ദൈവിക ബന്ധത്തിൽ ദൈവമക്കൾ വളർന്നു വരണം. ആ ദൈവിക ബന്ധത്തിന്റെ ആഴം തിരിച്ചറിയേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യണം എന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കുകയാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ എങ്ങനെയാണ്? അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണം. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് അറിയണം. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ
ആകത്തുക നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഈ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ പ്രിയ ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, നാം ഫലം കായ്ക്കുന്നവരായി തീരണം. എങ്ങനെയാണ് ഫലം കായ്ക്കുവാൻ കഴിയുന്നത്? വാത്സല്യ സിസ്റ്റർ പാട്ടുപാടിയപ്പോൾ വരുവിൻ യേശുവിൻ അരികിൽ, എത്ര നല്ലവൻ എന്ന് രുചിച്ചറിയണം എന്ന് പാടുവാനിടയായി. ഈ വാക്കുകൾ നമ്മൾ ചേർത്ത് ഈ വചനത്തോട് ചേർന്ന് നമ്മൾ യാത്ര ചെയ്താൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവമക്കൾക്ക് വേണ്ടി എത്രയോ ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഈ 18 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ മുകളിലുള്ള തിരുവചന ഭാഗം നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയുന്നതല്ല. 17-ാം വാക്യം, അവിടെ അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ, പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെ ആത്മാവ് ഒരു ദൈവ പൈതലിൽ ഉണ്ടാകണം. പരിജ്ഞാനമുള്ള ഒരു ആത്മാവിന് ഉടമകളായി ദൈവമക്കൾ മാറിയേ മതിയാകും. അപ്രകാരം മാറുവാൻ ഇടയാകുമ്പോൾ അവരിൽ ഉണ്ടാകേണ്ട അനുഭവം വെളിപ്പാടിന്റെ ആത്മാവാണ്. ആത്മസാന്നിധ്യം നമ്മിൽ ഉണ്ടാകേണ്ടത്. അപ്രകാരം ആത്മസാന്നിധ്യം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഹൃദയവൃത്തി എന്ത് ചെയ്യും? പ്രകാശിക്കും. അപ്പോൾ ദൈവമായുള്ള ബന്ധം, ദൈവമായി യാത്ര ചെയ്യുന്ന ഓരോ ദൈവവൈദ്യനും ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ അനുഭവിക്കേണ്ടതുപോലെ അനുഭവിച്ച് ആത്മീകമായി വളർച്ച പ്രാപിക്കണം എന്ന് അപ്പോസ്തലൻ പ്രാർത്ഥനയിലൂടെ നമ്മോട് അറിയിക്കുകയാണ്. ഈ പ്രേരണയിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾ എല്ലാവരും യേശുക്രിസ്തുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിച്ചവരാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ആരെങ്കിലും യഥാർത്ഥമായ ദൈവിക ബന്ധത്തിന് ആയിട്ടില്ല എങ്കിൽ അവരെയും യഥാർത്ഥമായ ആ ദൈവിക ബന്ധത്തിലേക്ക് അടുത്തു വരണം എന്ന് ദൈവാത്മാവിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ തിരുവചന ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മാവിന്റെ പ്രവൃത്തി ആരിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഒരു ദാവീദിന്റെ സന്തതിയായി ഈ ഭൂമിയിലേക്ക് ഉദയം ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെ പ്രവാചകൻ വെളിപ്പാടിനാൽ കാണുകയാണ്. ആ വ്യക്തിയുടെ മേൽ എന്തെല്ലാം വിധത്തിലുള്ള അവസ്ഥകളാണ് ഉണ്ടാകുന്നതെന്ന് ദൈവാത്മാവോട് വരച്ചു കാട്ടുകയാണ്. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. ആ വസിക്കും ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇപ്രകാരമുള്ള ഒരു ആത്മ സാന്നിധ്യമാണ് എന്ന് ദൈവാത്മാവ് വരച്ചു കാട്ടുകയാണ്. പഴയ നിയമ ഭക്തൻ തനിക്ക് ദൈവം നൽകിയ വെളിപ്പാടിൽ രേഖപ്പെടുത്തി വെച്ചതായ തിരുവചന ഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നാം വായിച്ചത്. അപ്രകാരം അത് വായിക്കുമ്പോൾ
യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നാം ശാന്തമായി ഒന്ന് അടുത്തു വരണം. എന്റെ ജീവിതയാത്രയിൽ എന്നെ രൂപാന്തരപ്പെടുത്തിയെടുത്തത് തിരുവചനമാണ്. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ അറിയാതെ തന്നെ എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാനിടയായി. കാരണം വചനമാണ് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത്. വചനത്തോട് ചേർന്ന് നിലകൊള്ളുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുത്തുവാൻ നാം സേവിക്കുന്ന ദൈവം മതിയായവനെന്ന് ഈ രാവിലെ വേളയിൽ വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം വാസ്തവമായി വായിച്ച് ധ്യാനിച്ച് ആ ദൈവിക ബന്ധത്തിന് ഉടമകളാകണം എന്ന് ഈ രാവിലെ വേളയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകാൽ 14, 15, 16, 17 തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവിക ബന്ധത്തിന്റെ ആഴം ദൈവാത്മാവ് അവിടെ വെളിപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. അവസാന മണിക്കൂറുകൾ, ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കലേക്ക് പോകുവാൻ കാൽവരി ക്രൂസിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ക്രിസ്തുവിനെ അവിടെ കാണുവാൻ കഴിയും. അപ്രകാരം ഒരു അനുഭവത്തിന് താൻ ഉടമയായി തീരുവാൻ പോകുന്നതിന് മുൻപ് തന്നിൽ വിശ്വസിച്ചതായ, തന്റെ കൂടെ യാത്ര ചെയ്തതായ ദൈവജനത്തോട്, ശിഷ്യന്മാരോട് ചില യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുകയാണ്. എന്താണ് ദൈവാത്മാവ് പറയുന്നത്? അവിടെ ഒരു സാദൃശ്യം എന്ന വണ്ണം കൃത്യതയോടുകൂടെ കർത്താവ് ചില കാര്യങ്ങൾ പറയുകയാണ്. 14-ാം അധ്യായത്തിൽ പ്രത്യേകമായി പറയുന്നത്, നിങ്ങൾ ദൈവകൽപ്പനയല്ല അനുസരിക്കുന്ന ഒരു വ്യക്തിയായി തീരണം. സ്തോത്രം. അപ്രകാരം ദൈവകൽപ്പന അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങളോട് കൂടെ ഇരിപ്പാൻ, നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങളെ വഴി നടത്തുവാൻ, നിങ്ങളെ പരിപാലിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ഒരു പരിശുദ്ധയാത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. സ്തോത്രം. പരിശുദ്ധയാത്മാവിനെ ആർക്കാണ് ലഭിക്കുന്നത്? ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്ന ഒരു വ്യക്തിക്കല്ല, മറിച്ച് ദൈവ ഇഷ്ടമനുസരിച്ച് ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് പിതാവിനോട് ചോദിച്ച് അയച്ചു തരുന്ന ഒന്നാണ് പരിശുദ്ധയാത്മാവെന്ന് 14-ാം അധ്യായത്തിൽ യേശുക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പിതാവും പുത്രനുമായുള്ള കൃത്യമായ ഒരു ബന്ധം എങ്ങനെയാണെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അവിടെ പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, എന്റെ പിതാവ് തോട്ടക്കാരനാണ്. പ്രത്യേകാൽ 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടെ ഏത് വ്യക്തിക്കും മനസ്സിലാകുന്ന നിലയിൽ ദൈവാത്മാവ് ചില കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. എന്നിൽ കായ്ക്കാത്ത കൊമ്പ്. അപ്പോൾ വിളിച്ചതിന്റെ പുറകിൽ
ഫലം കായ്ക്കുന്ന ഒരനുഭവത്തിന് ഉടമകളായി മാറണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് അവിടെ കാണുവാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്നത് കായ്ക്കാത്ത കൊമ്പിനെ നീക്കിക്കളയും, കായ്ക്കുന്നതിനെ ചെത്തി വെടിപ്പാക്കും. എന്തിനു വേണ്ടിയാണ്? അധികം ഫലം കായ്ക്കേണ്ടതിന്. ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിലെ ചില വാക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ ദൈവിക ബന്ധത്തിന് വേണ്ടതുപോലെ ഉടമയാകാതെ ജീവിച്ച ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ മഹാ കരുണ കൊണ്ട്, കൃപ കൊണ്ട് ജീവിതത്തിൽ ഒരു സാഹചര്യമുണ്ടായി ഈ ദൈവത്തോട് ഒന്ന് നല്ലതുപോലെ അടുത്തു വരുവാൻ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ മറുതലിച്ചു നിൽക്കാതെ കർത്താവിന്റെ അടുക്കലേക്ക് ഓടിയണയുവാൻ ഒരു ഭാഗ്യം ജീവിതത്തിൽ ദൈവം നൽകി. അങ്ങനെ ആ ജീവിതയാത്രയിൽ തിരുവചനം കൂടുതൽ വായിക്കുവാനും വചനത്തോട് ചേർന്ന് യാത്ര ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ വചനത്തിന്റെ മുൻപിൽ എന്നെ തന്നെ സമർപ്പിക്കുവാൻ ഇടയായി. 2003 മുതൽ ദൈവത്തിന്റെ കൃപയാൽ മെഡിസിൻ ഉപയോഗിക്കാതെ രോഗസൗഖ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം എളിയവനെ സഹായിക്കുന്നു. രോഗങ്ങൾ വരാനിട്ടല്ല, പല പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. മരണത്തെ മുഖാമുഖമായി കണ്ടതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തും പൂർണ്ണമായി കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിലകൊള്ളുവാൻ ദൈവത്തിന്റെ കൃപയാൽ കഴിഞ്ഞു എന്നുള്ളത് ഈ രാവിലെ വേളയിൽ സന്തോഷത്തോടുകൂടെ നിങ്ങളോട് ഞാൻ അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ കഴിവുകൊണ്ടും മിടുക്കുകൊണ്ടും നിന്നതല്ല, ദൈവ കൃപയാണ് എന്നെ നിർത്തിയത്. സ്തോത്രം. ഞാൻ ഈ രാവിലെ വേളയിൽ നിങ്ങളോട് ദൈവവചനം പങ്കിടുന്നത് ഇവിടെ നടക്കുന്ന കൂട്ടായ്മയിലുള്ള ഒരു ടേബിളിന്റെ മുൻപിൽ നിന്നാണ് നിങ്ങളോട് വചനം സംസാരിക്കുന്നത്. ഇതുപോലെ ഒരു ടേബിൾ എളിയവന്റെ ഭവനത്തിലുണ്ട്. നിവർന്ന് നിൽക്കുവാൻ കഴിയാത്ത രാത്രികൾ, ഉറക്കം വരുന്നു എങ്കിലും കിടക്കുവാൻ കഴിയാത്ത രാത്രികൾ, പാദത്തിൽ നീരും വേദനയുമായി ശരീരമാസകലം പ്രയാസം അനുഭവിച്ച് നിലകൊണ്ടതായ സമയങ്ങൾ. അങ്ങനെ ആയിരിക്കുമ്പോൾ ആ ടേബിളിന്റെ മുകളിൽ 2 കൈകളുടെ മുട്ടും ശക്തിയോടെ കുത്തി നിന്ന് കർത്താവേ എന്നെ സഹായിക്കണം എന്ന് അപേക്ഷിച്ചതായ ദിനരാത്രങ്ങളെ ഞാൻ ഓർക്കാറുണ്ട്. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് മാറ്റമില്ലാത്ത വചനം പറയുന്നല്ലോ. അത് എത്രയോ സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് നമ്മൾ സേവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഏതു വേദനയിലും അടുത്തു ചെല്ലുമ്പോൾ ഭയപ്പെടേണ്ട എന്ന് നമ്മോട് പറയുന്ന ഒരു ദൈവത്തെ
ഒരു ദൈവ സാന്നിധ്യത്തെ അനുഭവിപ്പാൻ കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമെന്ന് ഈ പകലിൽ, ഈ രാവിലെ വേളയിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം ജീവിതത്തിൽ കൃപയാൽ ഇന്നും അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിക്കുന്നു. ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തിൽ വേണ്ടതുപോലെ ആശ്രയിക്കുവാൻ കഴിയാതെ പരാജയപ്പെടുന്നവരായി നാം പലപ്പോഴും മാറാറുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ആ ഒരു ചിത്രമാണ് നമ്മൾ വായിച്ചതായ എഫെസ്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നമ്മൾ സുവിശേഷങ്ങളിൽ പറഞ്ഞ തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ 15-ാം അധ്യായത്തിൽ ക്രിസ്തുവും പിതാവുമായുള്ള ഒരു ബന്ധം വരച്ചു കാട്ടുകയാണ്. അങ്ങനെ ഒരു ബന്ധത്തിന് ദൈവമക്കളാകുന്ന നാം ഉടമകളായി മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വചനത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഈ രാവിലെ, ഈ സന്ധ്യയുടെ വേളയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എത്ര പേർക്ക് വ്യക്തിപരമായി ക്രിസ്തുവുമായി ആഴമേറിയ ബന്ധമുണ്ട്? നമ്മൾ ഇതുവരെയും ആ ബന്ധത്തിന് ഉടമകളായിട്ടില്ല എങ്കിൽ ആ ദൈവിക ബന്ധത്തിലേക്ക് അടുത്തു വരണം എന്ന് ഈ രാവിലെ വേളയിൽ ദൈവാത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. സന്ധ്യാവേളയിൽ ആയിരിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാണ്. ഈ ബന്ധത്തിന് ഉടമയാകുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ, മറുപടി നൽകുന്ന ഒരു ദൈവത്തെ, ആവശ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ വളരെ കൃത്യമായി കാണുവാൻ, അനുഭവിപ്പാൻ കഴിയും എന്ന് ഈ സമയത്ത് ദൈവാത്മാവിൽ ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥമായ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ വചനം പറയുന്നത് എങ്ങനെയാണ്? എഫെസ്യ ലേഖനത്തിൽ നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കും. പ്രകാശിച്ചു കഴിഞ്ഞാൽ അവന്റെ വിളിയാലുള്ള ആശ എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയും. നമ്മൾ നിരാശപ്പെട്ട് ജീവിതകാലം മുഴുവൻ വേദനപ്പെട്ട് കഴിയുവാൻ വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചത്. നാം ആരുടെ വകയെന്ന്, നാം ആരിലാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന്, ആരുടെ മുഖത്തേക്കാണ് നാം നോക്കുന്നതെന്ന് വ്യക്തമായി നമ്മിലൂടെ ദൈവം ഈ ലോകത്തോട് ചിലത് പറയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ രാവിലെ വേളയിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ഈ സമയത്ത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്തെന്ന് നാം മറന്നു പോകരുത്. അവന്റെ വിളിയാലുള്ള ആശ എന്താണ്? അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന്, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയല്ല, വാസ്തവമായി ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, യഥാർത്ഥമായി ദൈവമുഖത്തേക്ക് നോക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ ഏതുമാകട്ടെ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ ഈ സമയത്ത് ഞാൻ വരച്ചു കാട്ടുകയാ. അത് എളിയവന്റെ ജീവിത അനുഭവമാണ്. ആ അനുഭവം നിങ്ങൾ പ്രാപിക്കണമെന്ന്
ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാ. സ്തോത്രം. ആമേൻ. അങ്ങനെ ഒരു വ്യക്തിബന്ധമുണ്ടാകുമ്പോൾ തീർച്ചയായും പറയുവാൻ കഴിയും, എന്റെ ദൈവം എനിക്ക് നല്ലവനാണ്, എനിക്ക് മതിയായവനാണ്. സ്തോത്രം. അതുകൊണ്ടാണ് 20-ാം വാക്യത്തിൽ, എഫെസ്യ ലേഖനം 20-ാം വാക്യത്തിൽ 1:20 അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. എന്താണ് ദൈവാത്മാവ് ഈ തിരുവചന ഭാഗം കൊണ്ട് അർത്ഥമാക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവമായി ബന്ധമുള്ളപ്പോൾ തന്നെ തന്റെ ദൈവത്വത്തെ 33.5 വർഷം മാറ്റിവെച്ചിട്ട് തന്നെ താൻ താഴ്ത്തി മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ഒരു ക്രിസ്തുവിനെയാണ് ദൈവാത്മാവ് അവിടെ വരച്ചു കാട്ടുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവിക ബന്ധം മാറ്റിവെച്ചപ്പോൾ ആ ദൈവിക ബന്ധം പിന്നെ തിരികെ ലഭിക്കുമോ എന്ന് അല്പം പോലും സംശയിക്കാതെ ദൈവത്തെ, പിതാവിനെ വിശ്വസിച്ചതായ ഒരു പുത്രനെ അവിടെ കാണുകയാണ്. അങ്ങനെയെങ്കിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയെന്ന് വചനം പറയുമ്പോൾ ദൈവമക്കളായി തീർന്ന ഓരോ വ്യക്തിയോടും ഈ സമയത്ത് ദൈവാത്മാവ് വിളിച്ചു പറയുകയാ. ക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ തലചായ്ച്ച് പ്രാണനെ വിട്ടപ്പോൾ പിതാവായ ദൈവത്തിന്റെ കരങ്ങളിൽ തന്റെ ആത്മാവിനെ വരവേൽപ്പിച്ചതായ ക്രിസ്തുവിനെ ആ ക്രൂശിൽ നമുക്ക് കാണുവാൻ കഴിയുകയാ. സ്തോത്രം. ആ ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തു 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ കല്ലറയ്ക്കകത്തേക്ക് തന്റെ ആത്മാവ് തിരികെ വന്നത് കാണുവാൻ കഴിയും. ഇവിടെ ദൈവാത്മാവ് പറയുകയാണ്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ദൈവാത്മാവ് പറയുകയാണ്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇന്ന് ഈ സമയത്ത് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യം ഏതുമാകട്ടെ, നിങ്ങളുടെ വേദന ഏതുമാകട്ടെ, ദൈവമുണ്ടാകെ ഒന്ന് സമർപ്പിക്കുക, ദൈവത്തിലൊന്ന് പൂർണ്ണമായി ആശ്രയിക്കുവാൻ മനസ്സുണ്ടോ എന്ന ഒരു ചോദ്യം ദൈവാത്മാവിൽ ചോദിക്കുകയാ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവമുണ്ടെന്ന് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാ. അതിനെ തടുക്കുവാൻ, അതിനെ ഇല്ലാതെയാക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം വിളിച്ചു പറയുകയാ. സ്തോത്രം. സ്തോത്രം. കല്ലറയിൽ ക്രിസ്തുവിന്റെ ശരീരം വെച്ചപ്പോൾ യഹൂദന്മാർ ചെയ്തതായ പ്രവൃത്തി വേദപുസ്തകം പറയുന്നു. ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ 3-ാം നാൾ ഉയർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കല്ലറ ഉറപ്പാക്കണം. പിലാത്തോസ് പറഞ്ഞു, ഞാൻ കാവൽക്കൂട്ടത്തെ തരാം, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ കല്ലറ ഭദ്രമാക്കുകയും. കാവൽ പടയാളികൾ കല്ലറയെ കാത്തുകൊണ്ട് നിൽക്കുകയാണ്. റോമൻ ഇമ്പീരിയൽ മുദ്ര ആ കല്ലറയിൽ പതിച്ചിരിക്കുകയാണ്. എന്താണ് ഈ 2 വസ്തുതകൾ പറയുന്നത്? ഈ കല്ലറയ്ക്കകത്തിരിക്കുന്നവൻ പുറത്തു വരില്ല, വരുവാൻ കഴിയില്ല. കാരണം ഒരു റോമൻ ഇമ്പീരിയൽ മുദ്രയുണ്ട്. മാത്രമല്ല പടയാളികളുടെ കാവലുണ്ട്. ഈ സമയത്തിനെ കേൾക്കുന്ന ദൈവവൈതലേ,
നമ്മുടെ മുൻപിൽ പ്രതികൂല സാഹചര്യത്തിന്റെ മുൻപിലാണ് നിൽക്കുന്നതെങ്കിൽ, നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ, ലോക ശക്തിക്ക് നിന്നെ തടുക്കുവാൻ കഴിയില്ല. ഒരന്ധകാര ശക്തിക്കും നിന്നെ ഇല്ലാതെയാക്കുവാൻ കഴിയില്ല. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉടമസ്ഥനുണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കട്ടെ. ഹല്ലേലൂയ. സമയം തീർന്നല്ലോ. ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുകയാ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതിന്റെ അളവ് നിശ്ചയിക്കേണ്ടത് നാം ഓരോരുത്തരാണ്. പൂർണ്ണമായ ഒരു ആശ്രയം നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, വിശ്വാസം നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ സമയത്ത് ദൈവാത്മാവിനെ വിളിച്ചു പറയുകയാണ്. ആ ദൈവിക സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഇടയാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാ. സ്തോത്രം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കരുണയുള്ള പിതാവേ, മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ പ്രവൃത്തി അങ്ങിൽ ആശ്രയിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ ഞങ്ങൾ കാണുകയാ. അത് കർത്താവേ, ഈ രാവിലെ വേളയിൽ ഹല്ലേലൂയ, ഈ സമയത്ത് വചനം കേട്ട ഓരോ വ്യക്തികളിലും അത് പ്രവൃത്തിയായി വെളിപ്പെടുവാൻ ഇടയാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. മഹത്വം മുഴുവൻ കർത്താവിനാണ്. ഇപ്രകാരം അവസരം ഒരുക്കിയ എല്ലാവർക്കും നന്ദി പറയുന്നു. മഹത്വം ക്രിസ്തുവിന്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ ശക്തമായിട്ടുള്ള ദൈവവചനം നമ്മൾ കേൾക്കുകയായിരുന്നില്ല. പൗലോസിന്റെ പ്രാർത്ഥനകളൊക്കെ എത്ര ആഴമേറിയതാണ്, എത്ര അർത്ഥവത്തായ പ്രാർത്ഥനകളാണ്. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങളൊന്ന് അറിയണം എന്നാണ്. അതായത് ദൈവഹിതം എന്താണ്, ദൈവഹിതത്തിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ വളർന്നു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം നമ്മുടെ ഓരോരുത്തരെയും കുറിച്ചുള്ള നമ്മുടെ മേലുള്ള ദൈവവിളി. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ നിങ്ങൾ ഉറപ്പാക്കിക്കൊള്ളണം. അപ്പോൾ ദൈവവിളിയിൽ നമ്മുടെ മേലുള്ള ദൈവവിളിയുടെ ആശ, ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്, അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുമ്പോഴാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിതം സഫലമായി തീരുന്നത്. നമുക്ക് ദൈവഹിതം എന്താണെന്ന് അറിയാം. നമ്മൾ ആയിരം കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ ജീവിതത്തിന് ഒരു പൂർണ്ണത ഉണ്ടാകുന്നില്ലെന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ ദൈവഹിതത്തിന്റെ ആശ മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും വലിയൊരു മാതൃക കർത്താവ് തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നത്. തന്റെ ജീവിതത്തിലൂടെ ദൈവഹിതം പരിപൂർണമായിട്ട്, തന്നെ കുറിച്ചുള്ള ദൈവഹിതം പരിപൂർണമായി കർത്താവ് തന്റെ ജീവിതത്തിലൂടെ സഫലമായി. ആ അവസാന നിമിഷത്തിൽ ആ ഗോൽഗോൽഥാ മലയിലേക്ക് പോകുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പുള്ള ഈ ഭയങ്കരമായിട്ടുള്ള ജീവിതാനുഭവങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറിപ്പോകട്ടെ, എങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഹിതം തന്നെ. നീ എന്മേലുള്ള ആ വിളി പൂർണ്ണമാക്കുന്നതിന് വേണ്ടി എന്റെ ജീവിതത്തെ അത് എത്ര കഠിനമാണെങ്കിലും ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. പിന്നെ നമ്മളൊക്കെ കേട്ടത് എന്താണ്, അവന്റെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നതായ ആ ദൈവശക്തിയുടെ അളവറ്റതായിട്ടുള്ള വലുപ്പം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് മുൻപിൽ നമ്മുടെ ശക്തിയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. നമ്മുടെ ശക്തി കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുവെങ്കിൽ, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നതായ ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം അത് മനസ്സിലാക്കുന്നെങ്കിൽ, അത് നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഭയപ്പെടുകയില്ല. കർത്താവിനോട് കൂടെ ശക്തരായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിനായിട്ട് സാധിക്കും. കർത്താവിന്റെ ദാസൻ വളരെ ശക്തമായിട്ട് തിരുവനന്തപുരത്തിൽ സംസാരിച്ചല്ലോ. ഈ ഷിക്കാഗോ ഈ ദിവസങ്ങളിൽ കർത്താവ് വളരെ ശക്തമായിട്ട് തന്റെ ദാസനെയും കുടുംബത്തെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയർ ലൈനിന്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു.